ഇവിടുന്ന് പോയ നേതാക്കൾ തന്നെയാണ് ആ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ വീഴ്ചകളൊക്കെ തുറന്ന് സമ്മതിച്ചത്, എവിടെയൊക്കെ വീഴ്ച പറ്റി എന്ന് വിലയിരുത്തിയതും. അപ്പോൾ ആ തിരുത്തൽ പ്രക്രിയ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ കൂടി ഓൾറെഡി ഒരു തീരുമാനമായി കാണുമോ? ഇതിനകത്തെ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞത് മാർക്സ് ആണെങ്കിലും അത് കേരളത്തിലെ മലയാളികളെ എപ്പോഴും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എം.വി. ഗോവിന്ദൻ മാഷാണ്. ആ ഗോവിന്ദ മാഷിന് മാറ്റം വരുത്താനുള്ള സമയമായിരിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇന്ന് എം.എ. ബേബി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ കുത്തിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കേരളത്തിലൊരു നേരത്തെ ഒരു നീക്കം നടക്കുന്നുണ്ട്. കാരണം ഈ തോൽവിയിൽ നിന്നും പാർട്ടി പാഠം പഠിച്ച് തിരുത്തി മുന്നോട്ട് പോകണമെന്ന അഭിപ്രായം താഴെ തട്ട് മുതൽ മുകൾ വരെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് ആരെയും വ്യക്തിഗതമായി ടാർഗറ്റ് ചെയ്യേണ്ടതില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയും അങ്ങനെ താഴെത്തട്ടിൽ നിന്ന് വന്ന വിമർശനങ്ങളെ പോലും മയപ്പെടുത്തുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പക്ഷേ അങ്ങനെയല്ല, ഇതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റു പല വിഷയങ്ങളിലും പിണറായി വിജയൻ്റെ നിലപാടിന്, പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ്റെ നിലപാടുകൾക്കൊക്കെ വിരുദ്ധമായ ശബ്ദങ്ങൾ കേട്ടു. അത് നമ്മൾ ആദ്യം കേട്ടത് എവിടെ നിന്നാണ് കേട്ടത്? നമ്മൾ കേട്ടത് എം.വി. ജയരാജന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അത് കഴിഞ്ഞ് സമാനമായുള്ള പ്രതികരണങ്ങൾ കെ ശൈലജയുടെ ഭാഗത്തുനിന്നും പി.കെ. ശ്രീമതിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇ.പി. ജയരാജൻ മറ്റൊരു അതേ തുല്യമായ സമീപനം സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ബേബി പറയുന്നുണ്ട് തെറ്റുതിരുത്തൽ പ്രക്രിയയെക്കുറിച്ച്. അദ്ദേഹം പറയുന്നുണ്ട് മേൽത്തട്ട് മുതൽ ബ്രാഞ്ച് അംഗങ്ങൾ വരെയുള്ള തെറ്റുതിരുത്തൽ. ആ തെറ്റുതിരുത്തലെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതായാലും കേരളത്തിലെ 5.5 ലക്ഷത്തോളം വരുന്ന പാർട്ടി മെമ്പർമാരെ കുറിച്ചല്ല, ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി മെമ്പർമാർ ആയ ബ്രാഞ്ച് അംഗങ്ങളുടെ തെറ്റുതിരുത്തലിനെ കുറിച്ചായിരിക്കും എന്ന് ഞാൻ കരുതില്ല. അല്ലെങ്കിൽ 102 മണ്ഡലങ്ങളിലാണ് തോറ്റുപോയത്. അവിടുത്തെ ബ്രാഞ്ച് അംഗങ്ങളെക്കുറിച്ച് ഊന്നിയിട്ടൊന്നുമല്ല ഇന്ന് എം.എ. ബേബി പറഞ്ഞു വെക്കുന്നത്. അത് എം.വി. ഗോവിന്ദനെ ലക്ഷ്യമിട്ടാണ്. അതിൻ്റെ ഊന്നലുകൾ, ആ വാചകത്തിലെ ഊന്നൽ എന്നത് വ്യക്തമാണ്. സ്വയം വിമർശനം നടത്തേണ്ടവരല്ലാത്തവരാരും ഈ പാർട്ടിയിൽ ഇല്ല എന്ന് പറയുന്നതിൻ്റെ സന്ദേശം വളരെ കൃത്യമാണ്. തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചാൽ പോരാ, അത് പരസ്യമായി പറയാൻ തയ്യാറാകൂ എന്ന് കേരളത്തിലെ നേതൃത്വത്തോട് എം.വി. ഗോവിന്ദൻ അടക്കമുള്ളവരോട് എം.എ. ബേബി പറഞ്ഞു വെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ അതിനുള്ള വാചകങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. സ്വന്തം മണ്ഡലമാണ് എന്ന് കരുതി പിശക് പറ്റില്ല എന്ന ആത്മവിശ്വാസത്തെ സൂചിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ഈ പരാമർശം നടത്തുന്നത്. അത് തളിപ്പറമ്പിലേക്കുള്ള കുത്താണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായിരുന്നു കേന്ദ്ര കമ്മിറ്റിയുടെ യഥാർത്ഥ നിലപാട്? ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആദ്യം ചേർന്ന കേന്ദ്ര കമ്മിറ്റി എടുത്ത തീരുമാനം കേരളത്തിൽ പ്ലീനം വിളിക്കണം എന്നുള്ളതായിരുന്നു. അവരുടെ നിലപാട് അതായിരുന്നു. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും വന്നപ്പോൾ അതിന് മാറ്റം വരുത്തി വിശാല സംസ്ഥാന കമ്മിറ്റി എന്നതിലേക്ക് പോവുകയാണ്. വിശാല സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഒക്കെ കൂടി ചേരുന്ന കമ്മിറ്റിയാണ്. പക്ഷേ പ്ലീനം വിളിച്ചാൽ CPM-ന്റെ സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ട്. പ്ലീനം എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ടി സമ്മേളനത്തിന് തുല്യമായി വരും. അങ്ങനെ വരുമ്പോൾ ആ പ്ലീനത്തിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യമുയരുകയും അതിലേക്ക് എത്തുകയും ചെയ്താൽ അത് നടപ്പാക്കപ്പെടേണ്ടി വരും. പക്ഷേ വിശാല സംസ്ഥാന കമ്മിറ്റിയിൽ അങ്ങനെ ഭൂരിഭാഗം അഭിപ്രായം ഉണ്ടായാലും അത് നടപ്പാക്കപ്പെടേണ്ട സാഹചര്യം വരുന്നില്ല. ഞാൻ ഇപ്പോഴും വളരെ കാത്തിരിക്കുന്നത് പി ജയരാജന്റെ വാക്കുകൾക്കാണ്. നിങ്ങൾ ഈ വിവാദത്തിൽ ഇന്ന് കെ രാഗേഷിനെ പിന്തുണച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ മർമ്മം പറയുന്ന പി ജയരാജന്റെ ഒരു പ്രസ്താവന കണ്ടിട്ടില്ല. അദ്ദേഹം വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് കാത്തിരിക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കമ്മിറ്റിയിൽ ചിലതൊക്കെ പറയാനുണ്ടാവും. കണ്ണൂരിൽ നിന്നുള്ള നീക്കങ്ങളെ ഞാൻ ആ അർത്ഥത്തിൽ കൂടി മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ ഒരു നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ CPM-ന്റെ ചരിത്രത്തിൽ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഭാഗമായിട്ട് അങ്ങനെ നേതൃമാറ്റം ഉണ്ടാകാറില്ല. അപ്പം ചരിത്രത്തിലില്ലാത്ത ഒന്ന് അങ്ങനെ നടത്താൻ ഇക്കട്ടത്തിൽ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മാറ്റം വരാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് ആവർത്തിച്ച് പറയുമെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളത്. പക്ഷേ ചില പുകയ്ക്കലുകൾ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, അത് ഈ നടക്കാൻ പോകുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകും. കാരണം എം.വി. ഗോവിന്ദൻ അടക്കമുള്ളവരെ നിർത്തിപ്പൊരിക്കാൻ കണ്ണൂരിലെ തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുന്നു എന്നിടത്താണ് കാര്യം നിൽക്കുന്നത്. അവർക്കൊപ്പമാണ്
CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ MA ബേബി മനസ്സുകൊണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രത്തോളം ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം അഭിമുഖീകരിക്കുന്നത്. സാധാരണ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ നമ്മുടെ സയ്യിദ് സൈനുലാബ്ദീൻ പറയാറുണ്ട്, വാർത്താ സമ്മേളനങ്ങളിൽ താത്വികമായിരിക്കും ഭൂരിഭാഗം സമയവും MA ബേബിയുടെ വാർത്താ സമ്മേളനം. ഇന്ന് അദ്ദേഹം താത്വികമായിരുന്നില്ല, ഷാർപ്പായിരുന്നു, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ ഒരു തിരുത്തൽ പ്രക്രിയ വേണം. കേരളത്തിൽ മാത്രമല്ല വിശാല സംസ്ഥാന കമ്മിറ്റി വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, ബംഗാളിലും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ബംഗാളിൽ ഒരു തിരിച്ചുവരവ് എന്നത് ഇനിയും സമയമെടുക്കുന്ന പ്രക്രിയയാണ് എന്നത് CPM നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട്. ഇനി ആ ഒരു അവസ്ഥയിലേക്ക് കേരളം പോകാതിരിക്കാൻ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചില തിരുത്തൽ പ്രക്രിയകൾ വേണം. ഇതുവരെ ഉണ്ടായ പാളിച്ചകൾ തിരുത്തണം, ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിപ്പോകാനുള്ള വഴികൾ ഉണ്ടാക്കണം എന്ന നിലപാടെടുക്കുന്നവർക്കൊപ്പമാണ് MA ബേബി എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി MV ഗോവിന്ദനെ ലക്ഷ്യമിടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.